നമ്മുടെ നാടൻ കറികളിൽ നിന്ന് അധികം ഒന്നും വ്യത്യാസമില്ലാത്ത ദഹി ബെങ്കൻ എന്ന ബംഗാളി ഡിഷ് ഒന്നുണ്ടാക്കി നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കാൻ പറ്റും. മാത്രമല്ല ചോറിൻ്റെ കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷൻ കൂടിയാണ് ഈ വഴുതനങ്ങ തൈര് കറി. അതിനുവേണ്ടി 400 ഗ്രാം വഴുതനങ്ങ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറ പോകുന്നതിന് വേണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അടുത്തതായി ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതിൻ്റെ കൂടെ 2-3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് നന്നായി മസാല പുരട്ടിയെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈരെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പിന് താഴെ വെള്ളവും ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം ഒരു ഫ്രൈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഫ്രൈ ചെയ്ത വഴുതനങ്ങ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, 2 ഉണക്കമുളക്, പച്ചമുളക് 2 എണ്ണം, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായി മൊരിഞ്ഞ് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് വഴുതനങ്ങ തൈര് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം മൂടി വെച്ച ശേഷം നന്നായി മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.